ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാ ടേസ്റ്റി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഒരു 3/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്ലോർ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ചെറിയൊരു ലൂസ് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇത് ലൂസാക്കുന്നത് നമുക്ക് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കുക്കർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളമാക്കിയാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നടുവിലായിട്ട്. എന്നിട്ട് 2 സൈഡിലായിട്ട് ഗ്ലാസിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ബാറ്ററും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ബേക്ക് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതിൽ നിന്നൊന്ന് നല്ല ചൂടാറിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് വിട്ടെടുക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ 2 ലെയറായിട്ട് നിൽക്കുന്ന നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.